ഇന്റലിജൻസ് മേധാവിയായി പി വിജയൻ വരുന്നു. മനോജ് എബ്രഹാം ക്രമസമാധാനത്തിന് ചുമതലയുള്ള ലോ ആൻഡ് ഓർഡറിലേക്ക് മാറുമ്പോഴാണ് പി വിജയന് പുതിയ ചുമതല ലഭിക്കുന്നത്, ഇന്റലിജൻസിന്റെ ചുമതല ലഭിക്കുന്നത്. അനന്തരം ഇതിൽ കൗതുകമുള്ള കാര്യം, അതല്ലെങ്കിൽ ഒരു കാവ്യനീതി എന്ന് പറയുന്നത്, പി വിജയൻ ഇന്റലിജൻസ് മേധാവിയാവുന്നത് മനോജ് എബ്രഹാം ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിലേക്ക് പോകുമ്പോഴാണ്. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല അദ്ദേഹത്തിൽ വന്നു ചേരുന്നത് ഇവിടെ എം ആർ അജിത് കുമാർ മാറുമ്പോഴാണ്. എം ആർ അജിത് കുമാറിന്റെ പ്രതികാരത്തിന് ഇരയായ ഒരാൾ എന്നുള്ള നിലയിൽ, ഇരയാക്കപ്പെട്ട എന്നൊക്കെയുള്ള നിലയിൽ പോലീസിൽ അങ്ങനെ ഒരു വേട്ടയാടപ്പെട്ട ഇമേജ് ഉള്ള ആൾ ഇപ്പോ ഇന്റലിജൻസിന്റെ ചുമതലയോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിലൊരു കാവ്യനീതി ഉണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു കാവ്യനീതി തന്നെയാണ്. പി വിജയനെ സംസ്ഥാന സർക്കാർ ഒരു സുപ്രധാന ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. സംസ്ഥാന ഇന്റലിജൻസിന്റെ മേധാവിയായിട്ടാണ് എ ഡി ജി പി പി വിജയന് ചുമതല നൽകിയിരിക്കുന്നത്. എ ഡി ജി പി മനോജ് എബ്രഹാം ഇന്റലിജൻസ് മേധാവി സ്ഥാനം ഒഴിഞ്ഞ് ക്രമസമാധാന ചുമതലയിലേക്ക് പോകുന്ന ആ പദവിയിലേക്കാണ് പി വിജയനെ സർക്കാർ ഇന്റലിജൻസ് മേധാവിയായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കുമ്പോഴാണ് മനോജ് എബ്രഹാം ആ ചുമതലയിലേക്ക് വരുന്നത്. പകരം ഇന്റലിജൻസ് മേധാവിയായിട്ട് പി വിജയനെ പരിഗണിക്കുമ്പോൾ അത് ഒരു കാവ്യനീതി തന്നെയാണ്. കാരണം നമുക്കറിയാം, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആ സമയം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവനായിരുന്നു പി വിജയൻ, ഐ ജി ആയിരുന്നു പി വിജയൻ. അപ്പോൾ അന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി വിജയന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു. പിന്നീട് നടന്ന വകുപ്പ് തല അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടൊന്നും അല്ലെങ്കിൽ കുറ്റകരമായ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പി വിജയനെ പിന്നീട് സർവീസിൽ തിരിച്ചെടുക്കുകയും അദ്ദേഹത്തെ എ ഡി ജി പി ആയി റാങ്ക് ഉയർത്തുകയും ചെയ്തത്. പിന്നീട് തൃശൂർ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം ഇതുവരെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള അഴിച്ചുപണിയിൽ ഒരു സുപ്രധാന പദവിയിലേക്ക് പി വിജയൻ കടന്നു വരുന്നത്. ഇന്റലിജൻസ് മേധാവി എന്ന പ്രധാനപ്പെട്ട പദവിയിലേക്ക് മനോജ് എബ്രഹാമിന്റെ പകരക്കാരനായി പി വിജയൻ കടന്നു വരികയാണ്. അഭിലാഷ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. പി വിജയൻ ഒരു സുപ്രധാനമായ ചുമതലയിലേക്ക് എത്തുന്നു. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായി പി വിജയൻ എത്തുകയാണ്. അദ്ദേഹം സമീപകാലത്ത്, ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ചില അച്ചടക്ക നടപടികൾക്ക് വിധേയമായിരുന്നു. അതിൽ തന്നെ പോലീസിലെ ചില ആഭ്യന്തര ശൈഥില്യങ്ങൾ അതിന് കാരണമായിരുന്നു. അന്നൊക്കെ ഏറ്റവും സുപ്രധാന ചുമതലയിൽ ഉണ്ടായിരുന്ന സർവാധികാരിക്കാരനായിരുന്ന എ ഡി ജി പി അജിത് കുമാർ ബറ്റാലിയന്റെ ചുമതല മാത്രമായി മാറുമ്പോഴാണ് പി വിജയന് വളരെ സുപ്രധാനമായ ഈ പദവി കിട്ടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മനോജ് എബ്രഹാം ലോ ആൻഡ് ഓർഡറിലേക്ക് പോകുമ്പോൾ പി വിജയൻ ഈ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി മാറുന്നു. എന്തായാലും ഇന്റലിജൻസ് പുതിയ ഇന്റലിജൻസ് മേധാവിയായി പി വിജയൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം.